ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തോ വേണം, ഗാർഡനും കൂടെ ഒക്കെ വേണം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡനിൽ നമ്മൾ നട്ടതായ കോളീസ് അല്ലെങ്കിൽ നമ്മുടെ തിരുഹൃദയം എന്നൊക്കെ പറയും, കണ്ണാടി ചെടി എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ചെടിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നടുന്നതെന്നും എങ്ങനെയാണ് അതിനെ പരിചരിക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ വളപ്രയോഗമെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അല്ലേ. പച്ചക്കറികളും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ പൂക്കളൊക്കെ എപ്പോഴും നമ്മുടെ മുറ്റത്ത് വേണമെന്ന് പറഞ്ഞാൽ അത് സീസൺ ടൈമിലൊക്കെ നമുക്ക് എപ്പോഴും പൂക്കളൊക്കെ കാണാറുള്ളൂ അല്ലേ. ഓരോ സീസണിലും ഓരോ പൂക്കളാണ്. അപ്പോൾ നമ്മൾ 10 മണിയൊക്കെ നല്ല രീതിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 10 മണിയെക്കുറിച്ച്. പലതരത്തിലുള്ളതായ 10 മണികളുണ്ടായിരുന്നു. എന്താ നല്ല കാറ്റുണ്ടോ ഇവിടെ? പലതരത്തിലുള്ളതായ 10 മണികൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം പൂക്കളൊന്നും ഇല്ലാതെ എല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇനി പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് നട്ടുപിടിപ്പിക്കേണ്ടതായ സമയത്ത് നട്ടുപിടിപ്പിക്കാം. ഇപ്പം നമുക്ക് ഈ ചെടിയിലോട്ട് പോകാം, കണ്ണാടി ചെടിയിലോട്ട് പോകാം. ആദ്യമൊക്കെ നമ്മുടെ ഗാർഡൻ കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ 4 കളർ കണ്ണാടി ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 22 ടൈപ്പ് കണ്ണാടി ചെടി നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇപ്പം പലയിടത്തുനിന്നായിട്ട് നമുക്ക് കിട്ടിയതും കളക്ട് ചെയ്തതും ഓരോരുത്തർ തന്നതൊക്കെയാണ് നമ്മളിപ്പോൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കുറച്ചൊക്കെ ചെറിയ രീതിയിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. അത് അതേ ദിവസമായില്ല നട്ടിട്ട്. അപ്പം നമുക്ക് അത് ഓരോന്നോരോന്നായിട്ടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആദ്യം നിൽക്കുന്നത് തന്നെ കോളീസ് കാണാം നമുക്ക്. ഇപ്പം നല്ല വലിപ്പമുള്ള ഇലയും കണ്ടില്ലേ, നമ്മുടെ കൈപ്പത്തിയുടെ അത്രയും ഉള്ള ഇലയാണ് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്ത് നല്ല ഡാർക്ക് പിങ്കും പിന്നെ ഡാർക്ക് മജന്തയും പിന്നെ സിക്സാഗ് ചെയ്ത മാതിരി നല്ല ഗ്രീൻ കളറുമാണിത് നിൽക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഓരോന്നിനെയും നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം, പിന്നെ ഓരോന്നിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതും കണ്ട നല്ല വീതിയുള്ള ഇലയാണ്. ഇപ്പം ഇത് സിക്സാഗ് ചെയ്ത മാതിരി അരുകു തോറും കണ്ടില്ലേ. എന്നിട്ട് നല്ല ഡാർക്ക് മജന്ത കളറുമാണിത്. അപ്പോൾ ഇതിനകത്ത് കണ്ട് ഞാനൊരു 4-5 കമ്പ് കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ രീതിയിലും നട്ടിട്ടുണ്ട്. ഒരു 5 കമ്പ് ഓരോ സൈഡിലായിട്ട് കുത്തി വെക്കുമ്പോൾ നല്ല ബുഷായിട്ട് നിൽക്കും. അപ്പം അല്ലാതെ തന്നെ ബുഷായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെടിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വീതിയൊക്കെ ഉണ്ട്. നടുക്ക് കുറച്ച് സ്ഥലത്ത് മാത്രം ഗ്രീനിഷ് കളറും പിന്നെ ഡാർക്ക് മജന്ത കളറും പിന്നെ ചിറക് പോലെയുള്ളതായ അരികുകളുമാണ് ഇതിനകത്തുള്ളത്. പച്ചയും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെടിയാണ്. ഡാർക്ക് പിങ്കും പിന്നെ പച്ചയും ബ്രൗണും എല്ലാം കൂടെ ചേർന്നുള്ളൊരു കളറാണ് ഇതിനകത്ത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചെടി തന്നെയാണിത്. ഇത് നമ്മൾ കുറേ ഏറെ കമ്പുകൾ ഒരു ചട്ടിയിൽ കുത്തി വെക്കാമെങ്കിൽ ഇത് നല്ലതുപോലെ ബുഷായിട്ടങ്ങ് നിന്നോളും. ഇതൊരു കുഞ്ഞു തണ്ട് കൊണ്ടുവച്ചതായിരുന്നു. അതങ്ങ് ഇഷ്ടംപോലെ പടർന്നു കയറി. ഇതിന് നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ, ഇങ്ങനെ വളർന്ന് വരുമ്പോൾ ഇതിൻ്റെ മണ്ടഭാഗം നമ്മൾ നുള്ളി കൊടുക്കണം. മണ്ടഭാഗം നുള്ളി കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ ചെറിയ കൊമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമുക്ക് വേറെ ഇത് ചട്ടിയിലോട്ട് ആക്കുകയും ചെയ്യാം. ഇതും നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ട് ഈ കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേറെ നടാർ ഉള്ള പരുവമായിട്ട് നിൽക്കുകയാണ്. ഇതും വേറെ ഒരു ടൈപ്പാണിത്. ഇത് നല്ല ഡാർക്ക് ബ്രൗണും അതിൻ്റെ അരികെല്ലാം നല്ല പച്ച കളറുമായിട്ട് സിക്സാഗ് ചെയ്ത മാതിരിയുള്ള കളറാണിത്. ഇത് 2 കളറായിട്ടാണ് വരുന്നത്. ഒന്നാണ്ട് അടിഭാഗത്തുള്ള ഇലകളൊക്കെ ഇങ്ങനെ ഗ്രീൻ കളറാണ് കൂടുതൽ. മുകളിലോട്ട് വളർന്നു വന്നപ്പോൾ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്, കൂടുതൽ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ടൈപ്പാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പപ്പ കൊണ്ടുവന്നതാണ്, ഇത് ബാംഗ്ലൂരിൽ നിന്ന്. ഇത് നമ്മുടെ ടീച്ചർ തന്നെയാണ്, MGD സ്കൂളിലെ മേരി മാത്യു ടീച്ചർ തന്നെയായിരുന്നു. ഒരു കുഞ്ഞു തണ്ട് നമ്മൾ കൊണ്ടുവച്ചത് നല്ല രീതിയിൽ അത് വളർന്നുകൊണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഇല കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നല്ല ഗ്രീൻ കളറും ക്രീം കളറും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ കൊമ്പുകൾ ഒടിച്ചു കൊടുത്തപ്പോൾ ഞാൻ ഒടിച്ചേക്കുന്നുണ്ടല്ലേ, ഒടിച്ചപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഒറ്റ തണ്ടായിട്ട് നിൽക്കുക, കണ്ടോ. ഒറ്റ തണ്ടിൽ നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെ പിങ്ക് കളറ് നടുക്ക് കൂടുതലായിരിക്കും, കണ്ടില്ലേ. എന്നിട്ട് ഈ പച്ച കളറ് കുറവാണ്. ഇതും ഒരു വെറൈറ്റിയാണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. അതിപ്പോൾ ഇതേപോലെ പൂക്കൾ വരുമ്പോൾ എന്താണെന്ന് അറിയാമോ, ഇത് നമ്മളിങ്ങനെ നുള്ളി കൊടുക്കുക. പൂക്കൾ ഇങ്ങനെ കൂടുതൽ നിന്നാൽ അത് പെട്ടെന്ന് അതങ്ങ് കേടായി പോകും. അപ്പോൾ ഈ നുള്ളി കൊടുക്കുമ്പോൾ അതിനകത്ത് പുതിയ കൊമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും.
ഇത് നല്ല രസമാണ് കാണാൻ. ഇതെന്ത് ഡിസൈനാണെന്ന് നോക്കിയാൽ. ഇതൊക്കെ കണ്ടില്ല എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആർട്ടിസ്റ്റൊക്കെ വരച്ച് വെച്ചേക്കുന്ന മാതിരിയാണ്. ഇതിൻ്റെ സൃഷ്ടിയൊക്കെ ഭയങ്കരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലയൊക്കെ കുരുടി നിൽക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് നുള്ളി മാറ്റിക്കളഞ്ഞാൽ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കൊമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു കുഞ്ഞ് തണ്ട് കൊണ്ടുവച്ചതാണിത്. അപ്പോൾ അത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഭംഗിയുള്ളൊരു ഇലയാണ്. ഇത് നീണ്ട ഇലയാണ്, കണ്ടില്ലേ, നീണ്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ നടുക്ക് പിങ്ക് കളറും പിന്നെ ഡാർക്ക് മജന്ത കളറും പിന്നെ ഗ്രീൻ കളർ. അപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ തോന്നുമെങ്കിലും നമുക്ക് ഡെയിലി കാണുന്നവർക്ക് നമുക്കിതെല്ലാം വേറെ വേറെ കളർ തന്നെയാണ്, വേറെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരാൾക്ക് കാണുമ്പം വിചാരിക്കും ഇതെല്ലാം ഒന്ന് തന്നെയാണല്ലോ എന്ന്. പക്ഷേ അല്ല, എല്ലാം വേറെ വേറെ ഡിസൈനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോളീസാണ് ഇത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇതിൻ്റെ ഒരു തണ്ട് കിട്ടണമെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നപ്പം കാണാം ആങ്ങളയുടെ മോളത് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഇത് കോളീസ് അല്ല ഇത്, പക്ഷേ വേറൊരു ചെടിയാണിത്. പക്ഷേ നല്ല അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് നമ്മുടെ മേരിമാത്തി ടീച്ചർ തന്നെയായിരുന്നു. നല്ല ഭംഗിക്ക് അതിൻ്റെ ഇല നോക്കിയാൽ എന്ത് രസമാണെന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വാ ഇങ്ങോട്ട് വന്നേ. ഇത് നമ്മുടെ ബ്രൂണോ. ഇവൻ ഒറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇതൊരു ഭയങ്കര സാധനം തന്നെയാണ്. അങ്ങോട്ട് നോക്കിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്ന. ഇത് എല്ലാവരും നോക്കുന്ന. ഇത് ഒരെണ്ണം മതി കേട്ടോ ഇവിടെ. ഭയങ്കര സാധനമാവേ. ചെടിയൊക്കെ കണ്ടോ ബ്രൂണോ? നമുക്ക് അടുത്ത ചെടി കാണിക്കാം കേട്ടോ. ഇതും ഒരു വെറൈറ്റിയാണിത്. ഇത് പിന്നെ കുഞ്ഞ് തണ്ട് കിട്ടിയത് കൊണ്ടുവച്ചിരിക്കുന്നതേ ഉള്ളൂ. അതായി വരുന്നതേ ഉള്ളൂ. ഒരു ചെറിയ ചട്ടിയിൽ അതിനെ പിടിപ്പിച്ചിരിക്കുകയാണ്. വേരൊക്കെ പിടിപ്പിച്ചിട്ട് വലിയ ചട്ടിയിലോട്ട് മാറ്റണം. ഇത് 2 ടൈപ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുള്ള ഒന്ന് തന്നെയാണ്. ഇത് നല്ല ക്രീം കളറ് ചുറ്റിനും പിന്നെ നടുക്ക് ഗ്രീൻ കളറുമായിട്ട് ഉള്ളതാണിത്. പിന്നെ ഇവിടെ കണ്ട വേറൊരു കളറ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഇല കാണാനായിട്ട്. പക്ഷേ അത് കൊണ്ടുവച്ച് അത് പെട്ടെന്ന് വല്ലതായിപ്പോയി. അതിൻ്റെ ഇലയെല്ലാം എന്തോ തിന്ന മാതിരി ആയിപ്പോയി. ഇപ്പം വീണ്ടും അത് ആയി വരുന്നുണ്ട്. ഇത് വേറൊരു നല്ല വെറൈറ്റിയാണ് കാണാനായിട്ട്. ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് അധികം ആയില്ല, ഒരാഴ്ച ആയതേ ഉള്ളൂ. അതുപോലെ നല്ലതുപോലെ നല്ല രസമായിട്ട് അത് വളർന്നു വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. നല്ല ചിറകും മാതിരിയാണ് ഇരിക്കുന്നത്. ഇതും വളർന്നു വന്ന നല്ല ഭംഗിയുള്ളൊരു ഇലയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ക്രീം കാണിച്ചല്ലോ ചുറ്റിനും. ഇത് ഇതേപോലെ ചുമന്ന കളറ് കണ്ടില്ലേ, നല്ല റെഡ് കളറും മജന്ത കളറും ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളറുമായിട്ട് നല്ലൊരു വെറൈറ്റിയാണ് ഇത് കാണാനായിട്ട്. ഇത് വേറെ ഒരു ടൈപ്പാണിത്. ഇത് നടുക്ക് കണ്ട ഗ്രീനും ഇവിടെ ഇങ്ങനെ ബ്രൗണും ഒക്കെ ആയിട്ടുള്ളൊരു കളർ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അധികം ആയിട്ടില്ല. ഇനി നമുക്കത് അടുത്തതിലോട്ട് പോകാം. ഇതിപ്പം വേറൊരു വെറൈറ്റിയാണ്. ഇതിപ്പം നമ്മൾ നട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് നല്ല ഗ്രീൻ കളറും നടുക്ക് ക്രീം കളറും പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു മജന്ത കളറും ഒക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. ഇതിപ്പോൾ നട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ, അധികമായിട്ടില്ല. ഇതിനകത്ത് വേര് പിടിച്ചിട്ട് വേണം നമുക്കിനിത് ചട്ടിയിലോട്ട് മാറ്റാനായിട്ട്. പിന്നെ നമുക്ക് അടുത്ത നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇത് വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ സ്റ്റാൻഡൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ തട്ടിക്കൂട്ട് വെർട്ടിക്കൽ സ്റ്റാൻഡൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് അതിനകത്ത് നട്ടിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണിക്കാം. ഇതിപ്പം ഈ കോളീസ് എന്ന് പറയുന്നത് ഒരു 70-75 ടൈപ്പ് വെറൈറ്റീസൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ വളപ്രയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചെടിക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് 1 ഗ്ലാസ് ജൈവസ്ലറി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് 20 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പം ജൈവസ്ലറി ഇല്ലാത്തവർ ചാണകം ഉണ്ടെങ്കിൽ അത് കലക്കി ഒഴിക്കാം. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ മുട്ടത്തോട്, പഴത്തൊലി, ഉള്ളിത്തൊലി ഇതൊക്കെ അരച്ച് കലക്കിയിട്ട് അതും നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ചേർത്തിട്ട് അതും നല്ലതുപോലെ ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് തറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ചെടിക്കും നമുക്ക് ഇതേപോലെ വീഴ്ത്തി കൊടുക്കാം. 10 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെടികൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. എന്നും ഇതിന് വെള്ളം ഒഴിക്കണം കേട്ടോ, ഒഴിക്കാതെ ഇരിക്കരുത്. അതായത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ തളർന്നങ്ങ് ഇരിക്കും. അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് വെള്ളം ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ചാൽ ഇനി മണ്ണൊരുക്കുന്ന രീതി, അത് നമ്മൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൊമ്പ് വെട്ടിയിട്ട് നമുക്ക് വെർട്ടിക്കൽ പോട്ടിനകത്തോട്ട് നടാം. അപ്പോൾ നമ്മൾ ഒരു കൊമ്പ് നമ്മൾ വെട്ടിയെടുത്തു. അപ്പോൾ ഇവിടെ താഴെയുള്ള ഇലകൾ നമ്മൾ കത്തിരിച്ചങ്ങ് മാറ്റിയിരുന്നാൽ മതി. ഇനി നമുക്ക് ഇത് കുഴിച്ചിടാം. അപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു സ്വല്പം ചാണകവും കുറച്ച് മണ്ണും
പിന്നെ ഒരു സ്വല്പം ചകിരിച്ചോറും കൂടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം പലപ്പോഴും ചെടികളൊക്കെ നടുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ മണ്ണെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ കൊമ്പ് കുഴിച്ചിടുകയാണ്. അപ്പം താഴത്തെ ഇലയങ്ങ് മാറ്റിയതിന് ശേഷം ഈ തണ്ട് ഈ ഒരു ഇതുണ്ടല്ലോ നോട് വരുന്നത് ആ ഭാഗം നമ്മൾ കുഴിച്ചിടുകയാണ്. നല്ലതുപോലെ ഉറപ്പിച്ചങ്ങ് കൊടുത്തേക്കാം. എന്നിട്ടൊരു സ്വല്പം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇതിനകത്ത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വലിയ ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കവറിനകത്തോ ഒക്കെ നടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മണ്ണിനകത്തും ഇത് നല്ലതുപോലെ ചട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലതുപോലെ മണ്ണിൽ കിളിച്ച് വരും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എല്ലാത്തിൻ്റെയും തണ്ട് നമ്മൾ മണ്ണിലും കൂടെ കൊണ്ടുവന്ന് വേറെയൊക്കെ നമ്മൾ നട്ട് വയ്ക്കണം. അത് നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നതിന് വലിയ കോട്ടമൊന്നും തട്ടാതെ നിൽക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിലോട്ട് ഇത് വയ്ക്കാം. അതേപോലെ നമ്മൾ നട്ടതാണ് ഇത് ബിഗോണിയൊക്കെ. ഇതൊക്കെ നല്ലതുപോലെ വളർന്ന് നല്ല രീതിയിൽ വരുന്നുണ്ട്. കുറേ നാളായി ഇത് വെച്ചിട്ട് വേരൊക്കെ പിടിച്ചു. ഇനി ഇത് ചട്ടിയിലോട്ടൊക്കെ മാറ്റാനുള്ള സമയമായി. നമുക്ക് ചട്ടിയിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ആ മണ്ണോടുകൂടി നമുക്കങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഗാർഡനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ചട്ടികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലെല്ലാം ഈ ചട്ടിയുടെ താഴെയൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് മണ്ണുമൊക്കെ വീണിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ചട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയാൽ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. നല്ലൊരു സെറ്റപ്പോടുകൂടി തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കാണാനായിട്ട് എല്ലാം ഒരേ ടൈപ്പ് ഇങ്ങനെയുള്ളത് ഒരേ സൈഡിലോട്ട് വെക്കാം. അങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ ആയിരിക്കും. അപ്പം പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു ഗാർഡനും കൂടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ പൂക്കൾ കാണുന്നത് പോലെ തന്നെ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഈ വെറൈറ്റി ഇലകൾ, ഈ നമ്മുടെ ഹൃദയച്ചെടി അല്ലെങ്കിൽ കോളീസ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് നമ്മൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ചന്തം എന്ന് പറയുന്നത്. അപ്പം എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് കൂട്ടത്തിൽ കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമല്ല. അപ്പോൾ അത് വെക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ ഒരു ലുക്ക് വേണം. നമ്മൾ വെക്കുന്ന എന്തായാലും പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും ചെടികളാണെന്നുണ്ടെങ്കിലും കാണാനൊരു ലുക്ക് വേണം. അപ്പോൾ ഇന്നിരിക്കുന്നത് സ്ഥലത്തായിരിക്കത്തില്ല, നാളെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇരിക്കുന്നത് കാണാനൊരു നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെയും കൂടെ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.